പെട്രോൾ, ഡീസൽ, ഗാർഹിക LPG വില വർദ്ധിക്കില്ലെന്ന് കേന്ദ്രം ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ അന്താരാഷ്ട്ര വിപണിയിൽ LPG വില ഉയർന്നത് കൊണ്ട് തന്നെ വാണിജ്യ LPGയുടെ വില വർദ്ധിക്കുകയല്ലാതെ വേറെ മാർഗവുമില്ല. ലോകത്തിലെ LPG വിതരണത്തിന്റെ 20 മുതൽ 30% ഹോർമൂസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ജനങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്ന വിശദീകരണം. അതിനിടെ LPG പ്രതിസന്ധി കൂടുതൽ ഇടങ്ങളെ ബാധിച്ചു തുടങ്ങി. അക്കാദമിക് കലണ്ടർ വെട്ടിച്ചുരുക്കി പോണ്ടിച്ചേരി സർവകലാശാല അടയ്ക്കും. YS അഭിനന്ദ വിവരങ്ങളുമായി ചേരുകയാണ്. അഭിനന്ദ, ആവർത്തിച്ച് കേന്ദ്രം വ്യക്തമാക്കുന്നുണ്ട് അല്ലെ, പെട്രോളിയം വില വർധനയുണ്ടാകില്ല, അതുപോലെ ഇന്ധന വില വർധനയുണ്ടാകില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ, പാചകവാതകത്തിന്റെ ക്രൈസിസ് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് നമ്മളെ നേരിട്ട് ബാധിച്ചു തുടങ്ങി എന്ന കാര്യം നമുക്കറിയാവുന്നതുമാണ്. ആ പ്രതിസന്ധിയുണ്ട്. ഇപ്പോ ക്യാൻറ്റീനുകൾ പ്രവർത്തിക്കാതെ, ഹോസ്റ്റലുകൾ പ്രവർത്തിക്കാതെ ഈ സ്ഥാപനങ്ങൾക്കൊന്നും, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊന്നും മുന്നോട്ട് പോകാനും കഴിയില്ല. മാധു, ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും ഒക്കെ അടച്ചുപൂട്ടൽ ഭീഷണിയാണ്. പോണ്ടിച്ചേരി സർവകലാശാല നേരത്തെ തന്നെ അടയ്ക്കുമെന്നുള്ള വിവരമാണ് അല്പം മുമ്പ് പുറത്തു വന്നത്. ഈ ഏപ്രിൽ മാസം 30 പരീക്ഷകൾ പൂർണ്ണമായും പൂർത്തീകരിച്ച് LPG പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ അടയ്ക്കും. വിദ്യാർത്ഥികൾ ഉടൻ തന്നെ വീട്ടിലേക്ക് പോകണമെന്ന നിർദ്ദേശമാണ് നിലവിൽ അവിടുത്തെ പ്രഥമാധ്യാപകർ അടക്കം നൽകിയിരിക്കുന്നത്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയൊക്കെ വലിയ പ്രതിസന്ധി നിലനിൽക്കുമ്പോഴും കേന്ദ്ര സർക്കാർ വീണ്ടും ആവർത്തിക്കുകയാണ് ഒരു തരത്തിലുള്ള LPG പ്രതിസന്ധിയും ഇന്ധന പ്രതിസന്ധിയും. അല്പസമയം മുമ്പ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അത് തന്നെയാണ് വ്യക്തമാക്കിയത്. ശരി, YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്. ഒരു പ്രശ്നവുമില്ല എന്ന് കേന്ദ്രം പറയുമ്പോഴും പ്രതിസന്ധി തുടരുകയാണ്.